എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ തന്നെ നമുക്ക് ജോലി കിട്ടുന്ന തരത്തിലുള്ള ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ അറിഞ്ഞു കാണും, ചിലർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അതായത് പരീക്ഷ എഴുതാതെ നമ്മളൊരു PSC ടെസ്റ്റ് എഴുതിയ ഒരു PSC എടുക്കുകയാണെങ്കിൽ, കേരള PSC ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആണെങ്കിലും നമുക്ക് എക്സാം എഴുതണം, ഇന്റർവ്യൂ ഉണ്ട്, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്നാൽ പരീക്ഷയൊന്നും എഴുതാതെ നമുക്ക് നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.indiapost.gov.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഫോർ ഗ്രാമീൺ ഡാക് സേവക്, പോസ്റ്റ് മാൻ തസ്തികയിലേക്കാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതായത് GDS ഗ്രാമീൺ ഡാക് സേവക് എന്നുള്ള പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും 3 പോസ്റ്റിലേക്കാണ് വരുന്നത്. അതായത് ഒന്ന് BPM, മറ്റൊന്ന് ABPM, ഒന്ന് BPM ABPM ഡാക് സേവക്. BPM എന്ന് പറയുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നുള്ളത്, ദെൻ ABPM എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ദെൻ ഡാക് സേവക് നമ്മുടെ പോസ്റ്റ് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഈ ഒരു 3 പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സാണ്. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ നമ്മളെ അതിലേക്ക് തിരഞ്ഞെടുക്കുന്നതും, അതുപോലെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേണ്ട നമ്മുടെ യോഗ്യത എന്ന് പറയുന്നതും എന്താണ്, 10ാം ക്ലാസ് ആണ്. കൂടുതലും ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ, കൂടുതലായിട്ടുള്ള, അതായത് അവർക്കൊരു മുൻഗണന ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. പ്ലസ് അതിൻ്റെ കൂടെ അവർ പറയുന്നത് ഇംഗ്ലീഷും മാത്സും പഠിച്ചിരിക്കണം, പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മദർ ടങ്, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജ് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം, അത് സംസാരിക്കാൻ അറിയണം എന്നുള്ളത് കൂടെ അവിടെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എന്തറിഞ്ഞിരിക്കണം, മലയാളം അറിഞ്ഞിരിക്കണം. തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്, അവിടുത്തെ മദർ ടങ് ഏതാണോ അത് നമ്മൾ പഠിച്ചിരിക്കണം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ അവിടുത്തെ മദർ ടങ് നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യോഗ്യത 10ാം ക്ലാസ്, അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലെ മാത്സും ഇംഗ്ലീഷും അവിടെ പഠിച്ചിരിക്കണം, പാസ്സായിരിക്കണം. നമ്മുടെ മദർ ടങ് ഏതാണോ അത് നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ അവർ പറയുന്ന മറ്റൊരെണ്ണം സൈക്ലിംഗ് എന്ന് പറയുന്നതാണ്. സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. അതുകൂടെ അവിടെ ഒരു യോഗ്യതയായിട്ട് അവരവിടെ പരിഗണിക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10ാം ക്ലാസ്സിലത്തെ മാർക്കിനെ ബേസ് ചെയ്ത്, നമ്മുടെ ഗ്രേഡ് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. നമുക്കിപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു സെലക്ഷൻ പ്രൊസീജിയർ അവരവിടെ നടത്തുന്നത്. ഇപ്പോൾ 90% ആണ് മാർക്ക്. നമ്മൾ പൊതുവെ പറയുമ്പോൾ ഒരു ഓവറോൾ മാർക്ക് ഗ്രേഡ് അല്ലേ പറയാറ്, ഇപ്പം ഇത്ര % ഉണ്ട് എന്നാണ് പറയാറ്. പക്ഷെ അവർ അവസാനത്തെ 4 ഡെസിമൽ പോയിന്റ്സ് വരെ കണക്കാക്കുന്ന പറയുന്നത്. ഇപ്പോൾ 96% ആണെന്ന് വെച്ചാൽ 96.4532 സംതിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രയും വരെ അവരെന്ത് ചെയ്യും, ഈ ലാസ്റ്റ് ഡിജിറ്റ് വരെ അവർ കാൽക്കുലേറ്റ് ചെയ്യും. എല്ലാ മാർക്കും, അതായത് എല്ലാവരുടെയും നമ്മൾ 10th സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ അവർ സ്കാനിങ് ഒക്കെ നടത്തി ആ സർട്ടിഫിക്കറ്റ്സിലെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് അതിൽ എത്ര ഡെസിമൽ പോയിന്റ്സ് വരെ ഉണ്ട്, അവരൊരു 4 ഡെസിമൽ പോയിന്റ്സ് വരെയെങ്കിലും നോക്കിയിട്ട്, അത്രയും മാർക്കിൻ്റെ ഇത് നോക്കിയിട്ടാണ് അവരത് സെലക്ട് ചെയ്യുക. പരീക്ഷ എഴുതേണ്ട കാര്യമില്ല, നമ്മുടെ 10th മാർക്ക് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെലക്ഷൻ നടത്തുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ടോട്ടൽ എത്ര ഒഴിവുകളുണ്ട്. ഇന്ത്യയിൽ മൊത്തം 38,926 ഒഴിവുകളാണുള്ളത്. ഇന്ത്യയിൽ മൊത്തം 38,926 ഒഴിവുകളുണ്ട്. അതിൽ 2,203 എവിടെയുള്ളത്,
കേരളത്തിലാണ്. കേരളത്തിലാണ് 2203 ഒഴിവുകൾ ഉള്ളത്. ഇനി അത് ഏതൊക്കെ വിഭാഗക്കാർക്ക് എത്രയൊക്കെ നമുക്കറിയാം അല്ലെ, ഓരോരോ കാറ്റഗറിക്കാണ് ഉള്ളത് എന്നുള്ളത് അറിയാം. അത് ഓരോരുത്തർക്കും എത്ര വീതം, എത്ര സീറ്റുകളാണ് അല്ലെങ്കിൽ എത്ര ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓരോ വിഭാഗത്തിനെന്ന് വെച്ചാൽ, ജനറലുകാർക്ക് 1220 എണ്ണം, 1220 എണ്ണം ജനറലുകാർക്ക്, OBC-കാർക്ക് 462. അതായത് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പോസ്റ്റ് ഓഫീസുകളിലായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നുണ്ടാവുക. അതായത് ടോട്ടൽ OBC-കാർക്ക് കേരളത്തിൽ എത്ര എണ്ണം ഉണ്ട്? 462 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. EWS-കാർക്ക് എത്രയാണ്? എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എത്ര എണ്ണം ഉണ്ട്? 246. SC-കാർക്ക് 129, ST-കാർക്ക് 32. അതുപോലെ PWD അവർക്ക് 7 എണ്ണാണുള്ളത്. PWD-P എന്ന് പറയുന്നത് 30 ഒഴിവുകളുണ്ട്. PWD-C എന്ന് പറയുന്നത് 26 ഒഴിവുകൾ. PWD-D എന്ന് പറയുന്നത് 1 ഒഴിവുകൾ. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 2203 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ 40 വയസ്സ് എന്ന് പറയുന്നത് അവർക്ക് ഒരു കാസ്റ്റ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ SC/ST-കാർക്കാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. OBC-കാർക്ക് 3 വർഷത്തെ ഉണ്ട്. EWS-കാർക്ക് എക്കണോമിക്കലി വീക്കർ സെക്ഷന് കാസ്റ്റ് റിലാക്സേഷൻ കിട്ടുന്നതല്ല കേട്ടോ. അതുപോലെ ഈ PWD ഓരോ സെക്ഷൻസിനും വേറെ വേറെ 10, 13 അങ്ങനെ അത്രത്തോളം ഇയേഴ്സ് അവിടെ കാസ്റ്റ് റിലാക്സേഷൻ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ 18 മുതൽ ജനറലി നമ്മൾ പറയുമ്പോൾ 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ഓൺലൈനായിട്ട് തന്നെ എന്ത് ചെയ്യണം? അപേക്ഷ സമർപ്പിക്കണം. അല്ലാതെ വേറെ ഒരു മാർഗേനയും നമ്മൾ അയക്കുന്ന അപേക്ഷകൾ അവർ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ മെയിനായിട്ട് ആദ്യം ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നു. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നമ്മുടെ പേര്, അതുപോലെ 10th സർട്ടിഫിക്കറ്റ്സിലെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവിടെ നമ്മുടെ ഫോട്ടോയും, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ ഒക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഫോട്ടോ എന്ന് പറയുന്നത് എപ്പോഴും 50 KB കൂടാൻ പാടില്ല. നോട്ട് എക്സീഡിങ് 50 KB എന്നവർ എടുത്തവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സിഗ്നേച്ചർ ആണെങ്കിൽ 20 KB കൂടാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ഒരു എറർ ഒന്നും വരുത്തരുത്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചിലവർ വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർ ഈ നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയി വായിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. 50 KB കൂടുതൽ ആവാൻ പാടില്ല ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ 20 KB കൂടാൻ പാടില്ല. ആ കാര്യങ്ങളൊക്കെ അവിടെ നോക്കിയിട്ട് വേണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത്. ഇനി ഇതിന് ഫീസ് അടയ്ക്കണം. അതിനുശേഷമാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപയാണ് ഫീസ്. പക്ഷേ ഫീമെയിൽ കാൻഡിഡേറ്റിനും SC/ST-കാർക്ക്, അതുപോലെ PWD-കാർക്ക്, ട്രാൻസ് വുമൺ, ഇവർക്കൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഫീസ് അടയ്ക്കേണ്ടതില്ല. ഫീസ് 100 രൂപയാണ്. ജനറലി എത്ര രൂപയാണ്? 100 രൂപയാണ് ഫീസ്. പക്ഷേ വുമൺ, SC/ST, PWD, ട്രാൻസ് വുമൺ ഇവർക്കൊന്നും ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ പൂർണ്ണമായിട്ട് നമുക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. നമ്മുടെ 10th സർട്ടിഫിക്കറ്റ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, 10th സർട്ടിഫിക്കറ്റ് വേണം, ഒരു ഫോട്ടോ വേണം, നമ്മുടെ സിഗ്നേച്ചർ വേണം. ഫോട്ടോയും സിഗ്നേച്ചറിൻ്റെ ഒക്കെ എത്ര KB വേണം എന്നുള്ളതൊക്കെ നോക്കി കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം അപേക്ഷ സമർപ്പിക്കാം. ഇനി നമ്മൾ പറഞ്ഞിരുന്നു 3 പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇതിൽ ഈ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് സാലറി എത്ര വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 12,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, വർക്കിംഗ് അവേഴ്സ്, 4 വർക്കിംഗ് അവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 12,000 രൂപ. അപ്പോൾ അതല്ലാതെ ഇവർക്ക് കുറേ അലവൻസുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റുകൾ വരും, അതുപോലെ നമ്മുടെ എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കുറേ
പേ ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 12,000 രൂപയാണ് അവർ ബേസിക് പേ എന്ന് പറഞ്ഞിട്ട് അവിടെ അതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ABPM അതുപോലെ ഡാക് സേവക് ഇത് രണ്ടിലും കൊടുത്തിട്ടുള്ള 10,000 രൂപയാണ്. പക്ഷെ അവിടെ ആ ഒരു 10,000 12,000 വളരെ കുറഞ്ഞൊരു ഒരു എമൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാതിരിക്കരുത്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. ഈ പേ അല്ലാതെ ഇവർ കൊടുത്തിട്ടുള്ള 12,000 10,000 ഇതല്ലാതെ വർക്കിംഗ് അവേഴ്സ് മോർ ദാൻ 4 hours നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ദെൻ അതുപോലെ തന്നെ അല്ലാതെയുള്ള അലവൻസുകളും ബാക്കിയുള്ള എല്ലാ കാര്യം ഇൻക്രിമെൻറ്റ് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്ക് നമുക്ക് എക്സാം എഴുതി കയറാൻ പറ്റും. അപ്പോൾ അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പം നമ്മൾക്ക് ആദ്യം നമ്മൾ എന്തിൽ കയറുന്നു, ഈ ഒരു പോസ്റ്റ് മാൻ തസ്തികയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കുള്ള പരീക്ഷ എഴുതി നമുക്ക് അവിടെ പ്രൊമോഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അപേക്ഷ അയക്കുക. അപേക്ഷ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് May 2 മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് അപേക്ഷ. ഈ June 5 വരെയാണ് അവസാന തീയതി എന്ന് പറയുന്നത്. അവസാന തീയതി June 5 കേട്ടോ. അപ്പോൾ ഈ ഒരു June 5 ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ കാസ്റ്റ് റിലാക്സേഷൻ നമുക്ക് കിട്ടുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കാസ്റ്റിൻ്റെ നമുക്ക് റിലാക്സേഷൻ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അതായത് OBC-കാർക്ക് ഇത്ര കിട്ടും, 3 വർഷത്തെ കിട്ടും, PWD-കാർക്ക് അതിൻ്റെ അനുസരിച്ചുള്ള 10-13 വർഷത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ആ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്, ആ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയെ ബേസ് ചെയ്തിട്ടാണ് ആ റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് പരീക്ഷ ഇല്ലാതെ എന്ത് ചെയ്യുന്നു, നമുക്കൊരു ജോലി ലഭിക്കുന്നു. എങ്ങനെ, നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. അവിടെ വേറെ ഒരു കാര്യങ്ങളുമില്ല. ഒരു പരീക്ഷയെ പേടിച്ച് നമ്മൾ ബാക്കിയുള്ള എക്സാംസ് എഴുതുന്ന പോലെ, അതായത് വേറെ ഏതെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും ഏത് ജോബാണെങ്കിലും നമുക്കൊരു എക്സാം അവിടെ എഴുതിയതിന് ശേഷം മാത്രമാണ് അടുത്തൊരു ജോബ് കിട്ടുക. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല, പരീക്ഷയില്ല. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാം. നല്ല മാർക്കുള്ളത് എന്ന് എടുത്തു പറയാൻ കാരണം ആ 10ാം ക്ലാസ്സിലെ മാർക്കിനെ അപേക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്